അല്ല ബോധം കെടുത്തിയോ? കറക്കി അല്ല കറക്കി ബോധം കെടുത്തി. എന്നെ ചൂണ്ടയിൽ കൊരുത്ത് മീൻ പിടിക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടെങ്കിലും ടീച്ചർ ഉണ്ടാക്കിയ ബിത്രയുടെ സ്പെഷ്യൽ കഞ്ഞി, മാസിടിച്ചത്, കൊഴുവ ഫ്രൈ എന്നിവയിൽ നിന്ന് ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല കേട്ടോ. ഇത് പണ്ട് ഇടിച്ചുണ്ടാക്കിയിട്ടുണ്ടാവും, അതുകൊണ്ട് അതിന് പേര് വന്ന് മാസിടിച്ചത്. വെറും 250 താഴെ മാത്രം മനുഷ്യർ ജീവിക്കുന്ന ലക്ഷദ്വീപിലെ ഏറ്റവും ചെറിയ ദ്വീപിലെ കുറെ കാഴ്ചകൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൂടെ കണ്ടു. അതാണ് ഇവിടെ പ്യൂർ സൈലൻസാ. ഞാൻ കുറേ പറയുന്നു. കഴിഞ്ഞ വീഡിയോയുടെ അവസാനം സുഹൃത്ത് അലിയോടൊപ്പം കടലിലേക്ക് നീണ്ടു കിടക്കുന്ന മൺതിട്ടയിൽ പോയി മനോഹരമായ അസ്തമയം കണ്ടുവന്നു. ഇപ്പം നമ്മൾ മീൻ പിടിക്കാൻ വേണ്ടി പോകാം കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇവിടുത്തെ ഒരു ടീച്ചറെ പരിചയപ്പെട്ടിരുന്നു. ആ ടീച്ചറുണ്ട്, പിന്നെ നമ്മുടെ അലി ഉണ്ട്, പിന്നെ നമ്മുടെ ഷുക്കൂർ ഭായ് ഉണ്ട്, ഞാനുണ്ട്, പിന്നെ കേരളത്തിൽ നിന്ന് വന്ന ഒരു ഫീൽഡ് വർക്കിന് വന്ന ഒരു PhD ചെയ്യുന്നൊരു ഹിബ എന്ന് പറയുന്ന ഒരാളുണ്ട്, പിന്നെ വേറൊരു താത്ത, ഈ നാട്ടിലൊരു താത്ത ഉണ്ട്. എല്ലാവരും കൂടി അങ്ങോട്ട് പോയിട്ടുണ്ട്. നമുക്കെന്തായാലും ഇന്ന് ടീച്ചറെ വീട്ടിൽ ടീച്ചർ കഞ്ഞി വെച്ച് തരാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ കഞ്ഞിക്ക് കൂട്ടാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മീൻ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ് കേട്ടോ. പോയി നോക്കാം. പൂച്ചേൻ്റെ കൂടി സെൽഫി എടുക്കണോ? കറക്റ്റ് ആ നല്ല ഭംഗിയുള്ളൊരു സമയമാണ് കേട്ടോ. സൂര്യൻ ജസ്റ്റ് അസ്തമിച്ച് പോയുള്ളൂ. ചക്രവാളത്തിൽ കണ്ട ആ ഒരു ഭംഗിയുള്ള കളറൊക്കെ. അപ്പോൾ ഞാനാ പറഞ്ഞത് നമുക്ക് അലീനോട് ആ അറ്റത്ത് പോയിട്ട് മീൻ പിടിക്കാമെന്ന്. അപ്പോൾ എല്ലാവരും കൂടി അങ്ങോട്ട് പോയിട്ടുണ്ട്. അലി, എന്താ കഥ, നടക്കുന്നുണ്ടോ? നടക്കുമായിരിക്കും അല്ലേ? എവിടെ ടീച്ചറെ കൊടുക്കും. ടീച്ചറാണ് എക്സ്പേർട്ട്. മയക്കിയിട്ട് മീൻ പിടിക്കുന്ന ആളാണ്. അതറിയോ ഹിബ? ആ ഹിബാനെ പരിചയപ്പെടുത്തു ടീച്ചർ. ഹിബാനെ ഒന്ന് പരിചയപ്പെട്ട ആദ്യം. ഹിബ സ്വയം പരിചയപ്പെടുത്തു. എന്റെ പേര് ഹിബ ഹാറൂൺ. കോഴിക്കോട് മുക്കം സ്വദേശിയാണ്. ഞാൻ പഠിക്കുന്നത് ഡൽഹിയിൽ ജെഎൻയുവിൽ റിസർച്ച് സ്കോളറാണ് സോഷ്യോളജിയിൽ. അപ്പോൾ PhDന്റെ ഫീൽഡ് വർക്കിന്റെ ഭാഗമായിട്ട് വന്നതാണ്. സോഷ്യോളജിയാണ്. അതെ, ഫീൽഡ് വർക്ക് നമ്മൾ ചൂസ് ചെയ്യായിരിക്കും. അപ്പോൾ ലക്ഷദ്വീപ് ചൂസ് ചെയ്തു. അതെ, ലക്ഷദ്വീപ്. ഒന്ന്, അതിന്റെ ഒരു ജോഗ്രഫിക്കൽ ലൊക്കേഷന്റെ പ്രത്യേകത ഉണ്ട്. അവരുടെ ഒരു കൾച്ചറൽ, പ്രത്യേകിച്ച് എൻ്റെ ഏരിയ സോഷ്യോളജി ഓഫ് ഹെൽത്ത് ആൻഡ് മെഡിസിൻ ആണ്. പിന്നെ ഒന്ന് മെഡിക്കൽ ഫെസിലിറ്റി പോലെ, അല്ലെങ്കിൽ ആ ഒരു മെഡിക്കൽ ഫീൽഡായിട്ട് വളരെ മേർജ് ചെയ്തിട്ടുള്ള ഒരു ഹീലിംഗ് കൾച്ചർ ഇവിടെ ഉണ്ട്. ഒരു സൂഫി ഹീലിംഗ് കൾച്ചർ. അപ്പൊ ആ സൂഫിസത്തിന്റെ, അപ്പൊ അതും കൂടി ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ ആയിരുന്നു. പ്രത്യേകിച്ച് ഞാന് ലേബർ പെയിൻ, മെൻസ്ട്രൽ പെയിൻ, അതൊക്കെയാണ് എന്റെ ഏരിയ. സോഷ്യൽ പെയിൻ ആണ്. അപ്പൊ കവരത്തിയിലൊക്കെ വരുമ്പോ അവിടെ ഒരു, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു, ഒരു വിശ്വാസം ഉണ്ടല്ലോ, കവരത്തിയിലെ സ്ത്രീകൾക്ക് ലേബർ പെയിൻ ഉണ്ടാവില്ല എന്നുള്ള ഒരു ബിലീഫ് ഉണ്ട്. അപ്പൊ അതിന്റെ അതെ. അപ്പൊ അങ്ങനെ അതിന്റെ ഒരു കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ അറിയാൻ വേണ്ടി ഞാനൊരു, ഇതിപ്പോ എന്റെ 2ാമത്തെ വിസിറ്റ് ആണ്. എക്സ്പീരിയൻസ് ആണ്. ഓ അതെ. ഞാൻ 3ാമത്തെ വിസിറ്റ് ആണ്. ഇവിടെ വന്നാൽ വീണ്ടും വരാൻ. അല്ല, എന്താ നിങ്ങൾ എന്താ ഇര ഇടുന്നത്? എന്താ മീൻ തന്നെ? മീൻ എവിടെ കിട്ടി? മറ്റേ പ്ലാസ്റ്റിക്കിന്റെ മീൻ. എന്തെന്നാണ് ഒരാളോട് മീൻ പിടിച്ചു. ആ മീനൊന്ന് കാണിച്ചു തരുമോ? അപ്പൊ ഇങ്ങനെ പറയണ്ട മീനിന്റെ പേര് എന്തായിരുന്നു? അതാ ഒരു സൗണ്ട് ഉണ്ടാക്കണം മീൻ. ഇതാണ് കേട്ടോ കുളുവൽ എന്ന് പറഞ്ഞ മീനാണ്. ചെറിയ സ്പാനർ വേണോ? അല്ലി മാനം കളയരുത് കേട്ടോ. പെട്ടെന്ന് കിട്ടും പറഞ്ഞിട്ട് കുറെ നേരമായി. ടീച്ചറെ, അവസാനം മാസ് ഇടിച്ചതും കഞ്ഞിയും തന്നെ കുടിക്കേണ്ടി വരുമോ? നമ്മളിങ്ങോട്ട് വന്ന് ഇറങ്ങിയപ്പോ കണ്ട വെള്ളം കേട്ടോ, പാറി നിൽക്കുന്ന പോലെ. എന്ത് രസമാണ് നോക്കിയാ വെള്ളം നിൽക്കുന്നത് കാണാൻ. വഞ്ചി, നിങ്ങൾ എന്താ പറയാ, തോണിയോ എന്താ നിങ്ങൾ പറയാ? ടിങ്കി. ടിങ്കി ടീ. ഇതാണ് കേട്ടോ നമ്മുടെ കൂടെ ഉള്ള ഇത്താന്റെ പേരെന്താ? ഹസീന. മോളുടെ പേരോ? മെഹസ. നിങ്ങള് ബിത്ര സ്വദേശികളല്ലേ? ഇവിടെ ഒരാള് കൊറേ മീൻ പിടിച്ചോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളെ പേരെന്താ? ഹുസൈൻ അലി. ഇത് നിങ്ങള് സ്വന്തം ആവശ്യത്തിന് പിടിക്കാണോ? നിങ്ങൾക്ക് ആവശ്യം വരുമ്പോ വന്നാണ്ട് പിടിച്ചിട്ട് പോകല്ലേ? ഇവരിങ്ങനെ കോരി എടുക്കുന്ന മാതിരി കുറെ എടുക്കുന്നുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ മീൻ കിട്ടുന്നുണ്ട്.
ടീച്ചർക്ക് ഒരു മീനിനെ കിട്ടിയിരിക്കുന്നു സുഹൃത്തുക്കളെ. അല്ല ബോധം കെടുത്തിയോ? കറക്കി അല്ല കറക്കി ബോധം കെടുത്തി. ഇല്ലല്ല എവിടെയും തട്ടിയിട്ടില്ല. ഇപ്പൊ തന്നെ എന്നെ ഇരയാക്കി ഇടാനുള്ള പരിപാടിയായിരുന്നു ടീച്ചറുടെ. എത്ര മീനാ നോക്കിയ ഈ മീന്. നിങ്ങളെന്താ ഒരു വലന് വീശിയതൊക്കെ പോരൂല്ലേ? അതെന്താ പിന്നെ ചെയ്യാത്തെ? അതായത് അതന്നെ കൊഴുവൽ വല വീശി വല കൊണ്ട് കിട്ടൂലേ? അപ്പൊ എന്തുകൊണ്ടാ ചെയ്യുന്നില്ല? ആ പണി ഇവിടെ ഇല്ല. ആ പിടിയില്ല. ആ അങ്ങനെ. ഓ നിങ്ങൾക്ക് പിടിയില്ല. അത് ശരി. അടുത്തായി ബാറ്റ് ചെയ്യുന്നത് മനസ്സിലായോ? ഫ്ലൂറസന്റ് അടിക്കലുണ്ടല്ലോ. ഞാന് മറ്റേ ട്രോളിംഗ് ബോട്ടോടെ പോലെ കിട്ടിയമാരെ അഭിനയിക്കുന്നതാണ്. ആരടുത്ത്? അത് അവനായിരുന്നു. വൃത്തികെട്ട മീന് ഞാൻ പിടിച്ചപ്പോ കൊത്തിക്കൂടായിരുന്നോ? എത്ര നേരം ഞാൻ ഈ സാധനം കൊണ്ട് അവിടെ ഇങ്ങനെ. ടീച്ചർ ആരോടോ നമ്മളെ കുറ്റം പറയുന്നുണ്ട്. എന്നാലും നിങ്ങളത് പറഞ്ഞ മോശമായി പോയി. ഞാനിത് ആദ്യമായിട്ടല്ലേ മീൻ പിടിക്കുന്നത്. ആ ഹിബ കോഴിക്കോട്ടേരിയാണേ. അവർക്ക് കടലുണ്ട്. ഞങ്ങൾ പാലക്കാട് ജില്ലക്ക് കടലില്ല. കടലില്ലാത്ത ഞങ്ങളെ കുറ്റം പറയല്ലേ നിങ്ങള്? അലിക്കറിയാം പാലക്കാട് കടലില്ലാന്നുള്ള കാര്യം. സംഗതി അപമാനിക്കാണ്ട്, എല്ലാരും അപമാനിക്കാണ്. ആ ഓക്കെ ഞാൻ പിടിക്കും. ഞാൻ ഒരു മീൻ പിടിക്കാതെ ഞാൻ മീൻ എനിക്കിന്ന് മീൻ കിട്ടിയില്ലെങ്കിൽ ഞാൻ മീൻ തിന്നൂല. എനിക്ക് വേണ്ട മീൻ വേണ്ട. ഞാൻ പിടിച്ച മീൻ മതി എനിക്ക്. അല്ല പിന്നെ ഈ സാധനത്തിന് എന്തോ കുഴപ്പമുണ്ടോ? എനിക്കിത് മാറ്റി തരണം. ഇവിടെ ഒരാൾ കിട്ടിയ മീൻ കൊണ്ട് പൂക്കളിട്ട് കളിക്കാണ്. ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ട് അതിന്റെ ഡിസൈൻ മാറ്റുന്നുണ്ട്. ഇപ്പതാ വേറൊരു രീതിയിലാക്കി വെച്ചേക്കുന്നത്. ഇതൊക്കെ നമ്മളതാ. അപ്പൊ നമുക്ക് അത്യാവശ്യം മീനായല്ലോ. ആണല്ലേ? അപ്പൊ പിന്നെ ഇനി മെനക്കെടേണ്ട ആവശ്യമില്ല അല്ലേ? അതിന്റെ ഇടയ്ക്ക് ഇവിടെ വൻ കോമഡി നടന്നു. ഇവിടെ പറയട്ടെ. അപ്പൊ ഇവൻ ചെയ്ത ആരാ പറയുന്നത് ആരാണെന്ന്. അവിടെ ഒരു പൂച്ച ഇരിക്കുന്നുണ്ട്. അപ്പൊ പൂച്ചനെ മീനുകളുള്ളതിന്റെ അടുത്ത് കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് ഇവൻ വീഡിയോ എടുക്കുകയാണ്. ഈ പൂച്ച മീൻ തിന്നാതെ അച്ചടക്കത്തോടെ ഇരിക്കുമെങ്കിൽ ആ വീഡിയോക്ക് ഒരു വാല്യൂ ഉണ്ടല്ലോ. അതിന് വേണ്ടിയിട്ട് ക്യാമറ ഓണാക്കിയിട്ട് പൂച്ചനെ മീനിന്റെ അടുത്തുകൊണ്ട് നിർത്തി. പൂച്ച മീനെ തിന്നു. പരാജയപ്പെട്ടു പോയി. പൂച്ചനൊക്കെ മീൻ തിന്നോന്ന് നോക്കി പരീക്ഷിക്കാറിയോ? ഇവിടെയുള്ള പൂച്ചക്ക് ഇതൊക്കെ വെറുത്തുണ്ടാവുന്ന. ആ പൂച്ചനെ ആരും വിഷയാക്കൊന്നുമില്ലല്ലോ. പൂച്ചക്കൊന്നും ജീവിതത്തിൽ മീൻ മടുക്കൂലെന്ന് എനിക്ക് മനസ്സിലായില്ലേ? ഇവരിതിങ്ങനെ പണ്ടൊക്കെ നമ്മൾ ചെയ്യുന്ന പോലെ കോർത്തിട്ടാണ്, ഒരു ചരടിൽ കോർത്തിട്ടാണ് കേട്ടോ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. ആ അടിപൊളി. അതതിന് പൊന്ത് നല്ല വെയിറ്റ് ഉണ്ടാവും. ഞാൻ പിടിച്ച മീൻ എന്ന് പറഞ്ഞാൽ ഞാൻ കടലിൽ നിന്ന് പിടിച്ചതല്ല, ഞാൻ കയ്യിൽ പിടിച്ച മീൻ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. എനിക്ക് ഒറ്റൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. ഇതൊക്കെ ഇവർ പിടിച്ചാണ്. നമ്മളിന്ന് ഉച്ചക്ക് ഇവിടെ വന്നപ്പോൾ ഒക്കെ നമ്മൾ കഴിച്ച അതേ മീൻ തന്നെയാണ്. അപ്പോൾ ഇത് കൊണ്ടുപോയിട്ട് പൊരിച്ചിട്ട് നമുക്ക് കഞ്ഞി കുടിക്കാം. വാ. ഇതേ നമ്മൾ നേരത്തെ പറഞ്ഞ കഥയിലെ നായകൻ. മീൻ കണ്ട എന്തായിരിക്കും അവൻ്റെ മൂഡ് എന്ന്. അവന് വലിയ താല്പര്യമൊന്നുമില്ല. നേരത്തെ ഒരു ഫുൾ മീൻ തിന്നല്ലേ? കട്ടുന്നുണ്ടേ പൂച്ചയല്ലേ? ഇതിപ്പോ കൊണ്ടുകൊടുക്കല്ലേ? അതെ അതെ, അതൊരു ത്രില്ലില്ല. മീൻ തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ. അവരൊക്കെ പോയി. ടീച്ചറും ടീമും അങ്ങോട്ട് അവരുടെ വീട്ടിലേക്ക് പോയി. അലീൻ്റെ റൂമിലൊന്ന് പോയതാണ്. മീനിനെ എടുത്തപ്പോൾ മീനിൻ്റെ ചോരെന്തോ പുള്ളിയുടെ ഡ്രസ്സിലായി. അപ്പോൾ അതൊന്ന് സോപ്പിലിട്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് പോയതാട്ടോ. പുള്ളി വന്നിട്ട് നമ്മൾ ടീച്ചറുടെ വീട്ടിലേക്ക് പോകണം, ഫുഡ് ഉണ്ടാക്കി കഴിക്കണം. വേറെ ഇപ്പം എന്താണെന്ന് പരിപാടി? ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ 250ഓളം ആൾക്കാരിൽ ഉള്ളതിൽ 150ൽ കൂടുതൽ ആൾക്കാർ ഇവിടെ ഇപ്പം ഇല്ല. അവരങ്ങോട്ട് ചേർത്തിലാത്ത് പോയതാണ്. നേരത്തെ പറഞ്ഞല്ലോ. അത് കഴിഞ്ഞ വീഡിയോയിലാണ് കേട്ടോ പറഞ്ഞത്. അതായത് പകുതിയിലധികം 65-70% ആൾക്കാർ ഇവിടെ ഇല്ല. ഇപ്പോൾ പറഞ്ഞില്ലേ, ഈ ഇവിടുത്തെ ആൾക്കാരുടെ ഒരുപാട് ബന്ധുക്കളൊക്കെ
അതുമാത്രമല്ല ഇവിടുത്തെ ആൾക്കാർക്ക് അവിടെ വീടുകളുണ്ട് ചേത്തിലാത്തിൽ. അപ്പോൾ അവർ ഇടയ്ക്കിടയ്ക്ക് അവിടെയും പോയിട്ട് താമസിക്കും. അങ്ങനെ ഇവിടുന്ന് അങ്ങോട്ട് പോയതാണ്. 100 പേര് താഴെ ഇപ്പോൾ നിലവിൽ ഇവിടെ ഉള്ളൂ. അത് കാരണമാണ് നമുക്കിവിടെ ഇങ്ങനെ അധികം ആൾക്കാരെ കാണാത്ത. അല്ലെങ്കിൽ ഇപ്പോൾ ഈ സൈഡിലൊക്കെ ഈ സമയത്ത് നമ്മുടെ ജെട്ടി ഭാഗത്തൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടാവും അങ്ങനെ കാറ്റുവിടാനൊക്കെ വരുന്നത്. ഇപ്പോൾ ഇവിടെ ഒന്നും അധികം ആൾക്കാരൊന്നും കാണാനില്ല, വിജനമായി കിടക്കുകയാണ് കേട്ടോ. ചായയും കടിയും കഴിക്കാൻ വന്നതാണ് അല്ലേ? ഇപ്പൊ സമയമല്ലോ, ഡിന്നർ സമയമല്ലോ. ഇനി എപ്പോഴാ ഭക്ഷണം കഴിക്കുക? കുറച്ച് കഴിയോ? എന്താ കഴിക്കുക? ചോറും മീൻ കറി. എന്നും ചോറും മീൻ കറി ആയിരിക്കും. ബിരിയാണി ഒക്കെ വെക്കും. രണ്ടാളും പാടെ കമ്പനിയായി ചായ പിടിക്കാൻ വന്നതാണ്. എന്ത് പാട്ടാ? ലോലിപ്പാട്ടാ പാടാറുണ്ടോ നിങ്ങൾ എപ്പോഴും? ആണോ? ഇവിടെ വന്നതിന് ശേഷം എത്ര ലൈം കുടിച്ചു എന്നുള്ളതിൻ്റെ ഒരു കണക്ക് പോലും ഓർമ്മയില്ല കേട്ടോ. കുറേ പഞ്ചസാര ഇട്ടും കുടിച്ചു, കുറേ ഉപ്പിട്ടിട്ടും കുടിച്ചു. എത്ര കുടിച്ചിട്ടും ദാഹം മാറുന്നില്ല. അപ്പം നമ്മളിതാ ഫാത്തിമ ടീച്ചറുടെ വീട്ടിലേക്ക് പോകാം കേട്ടോ. കഞ്ഞി കുടിക്കണം. അത് നല്ല തീരുമാനമായി അല്ലേ? തേങ്ങാപ്പാൽ കഞ്ഞി. എന്ത് സൈലൻസാ നോക്കിയത് അല്ലേ? ഒരു ബഹളമില്ല, ഭയങ്കര രസം. ഒരാളെയും പേടിക്കണ്ട. മൺസൂൺ സമയത്ത് തിര അടിക്കുന്ന അല്ലേ? ഇതിപ്പോ കടൽ പോലും അത്യാവശ്യം ശാന്തമായിട്ടായിരിക്കുന്നത് തോന്നുന്നുണ്ട്. എന്ത് രസം അങ്ങനെ നടക്കാൻ. ഈ ബൈക്കാ? ഓക്കെ. പ്യുവർ സൈലൻസ്. ഇതാണോ വീട്? ഓക്കെ. ഇവിടെ AC ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അവര്. ഇവിടെ ആരുമില്ലേ? ടീച്ചറെ, നിങ്ങൾക്ക് ഞങ്ങളൊരു ബുദ്ധിമുട്ടായോ? തീർച്ചയായിട്ടും ഭയങ്കര ബുദ്ധിമുട്ടായി. നന്നായി പോയി. അതിൽ എനിക്കൊരു ഖേദമല്ല. ഞാൻ പറഞ്ഞത് ആദ്യമൊക്കെ ടീച്ചർ വളരെ മാന്യമായിട്ടായിരിക്കും. 2 ദിവസം കഴിയുമ്പോൾ നമ്മളെ അടുത്ത് നിൽക്കാൻ തുടങ്ങി. 2 ദിവസത്തിന് മാന്യത മാറാൻ നമ്മളിവിടെ നിൽക്കുന്നില്ലല്ലോ. നമ്മൾ നാളെ ഓടി രക്ഷപ്പെടുമല്ലോ. ഇതെന്താണ് ഈ വെള്ളത്തിലിട്ട്? മാസാണോ? മാസം വെള്ളത്തിലിട്ട് വെച്ചിട്ട് കുതിർത്തിട്ടാണോ? അപ്പൊ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് എന്താ ഉണ്ടാക്കാൻ പോകുന്നത്? പൂച്ചയാണ്. അതുകൊണ്ട് എന്താ ഉണ്ടാക്കാൻ പോകുന്നത്? അതുകൊണ്ട് നമുക്ക് മാസടിച്ച ഉണ്ടാകാം. ദ്വീപിലില്ലേ കഞ്ഞിന്റെ കൂടെ മെയിൻ മാസടിച്ചാണ്. മാസടിച്ചത് പറഞ്ഞാൽ എന്താ? നിങ്ങള് എന്താ പറയാ, ചമ്മന്തി. മാസ് ചമ്മന്തി. അതുപോലെ നമ്മള് മറ്റേ ഇതില്ലേ കരിക്കൊക്കെ ഇട്ടിട്ട്. കരിക്കിടോ അതിനകത്ത്? പിന്നെ നിങ്ങൾ എങ്ങനെ ചമ്മന്തി ഉണ്ടാക്കുന്നത്? കരിക്കോ? തേങ്ങയല്ലേ? അതിന് കരിക്കുന്ന പറയാ. പിന്നെ അതെന്താ കരിക്കല്ലേ? കരിക്കുന്ന പറഞ്ഞാൽ ഇതാണ് ചുടല. ചുടല കുറച്ച് മൂത്ത് കഴിഞ്ഞാൽ ഞങ്ങള് പറയും ആ കരിക്കായി പോയി അല്ലേ ഹസീന? അപ്പൊ നല്ല മൂത്താലും കരിക്കാം. ഓ, അപ്പൊ നിങ്ങള് തേങ്ങക്ക് പറയുന്ന പേരാണ് കരിക്കുന്നത്. ശരി. ലക്ഷദ്വീപിൽ വന്നാലേ ഒരു ദ്വീപിൽ നിന്ന് കേട്ട കാര്യം വേറൊരു ദ്വീപിൽ പോയി പറയാൻ പറ്റില്ല കേട്ടോ. ഓരോ സ്ഥലത്തും ഓരോ പേരാണ് അല്ലേ? ഭാഷയും ഡയലക്റ്റ് ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. നമുക്കിപ്പോ കവരത്തിയിൽ കുറെ ദിവസം താമസിച്ചിട്ട് അവിടുത്തെ ഭാഷ നമുക്ക് ഏകദേശം മനസ്സിലായി എന്ന് വിചാരിച്ചോ. നിങ്ങൾ കൽപ്പനി പോയി കഴിഞ്ഞാല് അവിടുത്തെ ഒന്നും മനസ്സിലാവില്ല. അത് വേറെ ടൈപ്പായിരിക്കും. കഞ്ഞി കഴിക്കാനോ? തേങ്ങാപ്പാലോ? അതാണല്ലേ. ടീച്ചർ എത്ര ആയാലും പോയിട്ടുണ്ട്? ഞാനോ? അമ്മിനി, മിത്ര, ഓ, ഞാൻ വരെ പോയിട്ടുണ്ട്. ഞാൻ ഒറ്റ ഐലൻഡേ പോകത്തുള്ളൂ. ബാക്കി അല്ലല്ല, കയ്യില് തന്നെ അല്ലേ? കുയില് സ്പൂണ്. അതെ ഞാൻ ആൺകുട്ടനാണ്ട്. അതല്ലേ? എന്താ പറഞ്ഞതാ? അത് കുയിലല്ലേ? കയ്യിലും കുയിലും. ഓക്കെ. അപ്പൊ നമ്മുടെ ഫുഡൊക്കെ സെറ്റാണ് കേട്ടോ. ഇത് തേങ്ങാപ്പാൽ ഒഴിച്ച് കഞ്ഞി എന്ന് പറയാം. തേങ്ങാപ്പാൽ ഒഴിച്ചോ? കഞ്ഞി വെച്ചതിന് ശേഷം തേങ്ങാപ്പാൽ ഒഴിച്ചു.
ഉണ്ടാക്കിയ ആൾക്കാരാണ് ചോദിക്കുന്നത്. എന്നിട്ട് നിനക്ക് എന്തെങ്കിലും വ്യത്യാസം തോന്നിയാ? പിന്നെ ഒരു കാര്യം ചെയ്യട്ടെ, ഞാൻ ഇത് ഉണ്ടാക്കണത് കാണണം വിചാരിച്ചാ നടന്നില്ല. ഇത് ഉണ്ടാക്കിയത് എങ്ങനെയാന്ന് പറഞ്ഞു തരണം. മാസ് കിട്ടിയാൽ എന്ത് ചെയ്യും? മാസ് വെള്ളത്തിട്ട് വെക്കൂലേ, അപ്പൊ അത് കുറച്ച് സോഫ്റ്റ് ആവും. അപ്പൊ നമ്മളെടുത്തായി ചത്തി എടുക്കണം, പീസാക്കണം. എന്നിട്ട് തേങ്ങാപ്പീര, കുറച്ച് ഉള്ളി, പിന്നെ കുറച്ച് മുളക് പൊടി, പച്ചമുളക്, അതൊക്കെ ഇട്ട് മിക്സിയിൽ ഇടുക, ഗ്രൈൻഡ് ചെയ്തെടുക്കുക. റെഡി. അത്രേ ഉള്ളൂ പണി. ഓ, ഇത് പണ്ട് ഇടിച്ചുണ്ടാക്കിണ്ടാവും, അതുകൊണ്ട് അതിന് പേര് വന്ന് മാസ് ഇടിച്ചത്. അപ്പൊ മാസ് മിക്സിയിലിട്ടു. അടിപൊളി. കഞ്ഞി എന്തായാലും ഗ്രാൻഡാണ്. ഞാൻ ഇപ്പോൾ കുടിച്ചു. വീഡിയോയിൽ തന്നെ അഭിപ്രായം പറയട്ടെ, ഭയങ്കര റിച്ച് കഞ്ഞി. ഇത്രയും ടേസ്റ്റ് പ്രതീക്ഷിച്ചില്ല അല്ലേ? കുടിച്ചോണ്ടേ ഇരിക്കും അല്ലേ? അങ്ങനെ കുടിച്ചോണ്ടിരിക്കും. അഡിക്ഷൻ അല്ലേ? സൂപ്പറായിട്ടുണ്ട്. അല്ല, ഒറിജിനൽ കാര്യം പറയുന്നത്. സത്യം. അതെ, വേറെ ഇത് മാത്രമല്ല, നമ്മൾ ലക്ഷദ്വീപ് ഭാഷയിൽ പറഞ്ഞാല് തേങ്ങാന്റെ മുൻപാൽ പൊളിഞ്ഞ കഞ്ഞിയെന്നാണ്. ഒന്നാം പാല്, അതന്നെ മുൻപാൽ എന്ന് പറയുന്ന ഒന്നാം പാല. കൊടുത്തിട്ടാണ്, അതാണ് ഈ കഞ്ഞിക്ക് ഇത്ര ടേസ്റ്റ്. കറക്റ്റ് ആണ്, മുൻപാൽ തന്നെയാണ്. ഇവ അഞ്ഞു പിടിച്ചോ? കഞ്ഞിയുണ്ട്, ചപ്പാത്തി ഉണ്ട്. അഭിപ്രായം പറ. രണ്ട് മെഷീൻ അടിപൊളിയാ. ആ പാലെടുത്ത തേങ്ങ തന്നെയാണോ നീ ചമ്മന്തിക്ക് ഉപയോഗിക്കുന്നത്? ഇത് അതായിരിക്കില്ല, കുറച്ച് ഡ്രൈ ആണ്. കാര്യമില്ലല്ലോ അല്ലേ? അതില്ല, അശ്രമൊക്കെ പറ്റിയോ? അശ്രമൊക്കെ ആ കോല് മണം, ഈ കോലിന് എന്തോ പ്രശ്നമുണ്ട്, ഇതെന്തോ കംപ്ലൈന്റ് ഉണ്ടെന്നൊക്കെ. അത് മീൻ കഴിക്കാത്തില്ല. എന്റെ ട്രോള് ഞാനിവിടെ ഇട്ടിട്ട് പോവാനാവരുത്. ടീച്ചർ പോട്ടെ. അപ്പൊ ടീച്ചർ താങ്ക് യു ഫോർ ദ കഞ്ഞി. താങ്ക് യു ഫോർ ദ കഞ്ഞി ആൻഡ് താങ്ക് യു ഫോർ ദ വണ്ടർഫുൾ ഈവനിങ്. നാളെ കാണും നമ്മള് അല്ലേ? ഷിപ്പിലും ഉണ്ടല്ലോ. അപ്പൊ ആയിക്കോട്ടെ. ഗുഡ് നൈറ്റ്. ബൈ ബൈ. എണീക്കാൻ പറഞ്ഞു. രാവിലെ നേരത്തെ ഇളോണങ്ങിയാന്നല്ലോ. അതാണ് ഇവിടെ പ്യൂർ സൈലൻസാ. ഞാൻ കൊറേ പറയും. ചീവീടുണ്ടോ? ഇല്ലെങ്കിൽ അത് സൈലന്റ് വാലിയോ? ഇല്ലല്ല, ഒരു സൗണ്ട് ഇല്ല. ഉണ്ട്, ചീവീടുണ്ട്, എനിക്ക് കേൾക്കുന്നുണ്ട്. അത് ചീവീടല്ല, അത് നമ്മളെ ശരീരത്തിന്റെ സൗണ്ട് നമുക്ക് ചെവിയിൽ കേൾക്കും. ചീവീടാണ്. അതല്ല, ആ ഒരു മൂളക്ക നമുക്ക് ചെവിയിൽ ഉണ്ടാവൂലേ? അതല്ലത്. അതല്ല ചീവീട്. അതല്ല, എന്നാലും ഇവ പറഞ്ഞ കേട്ടോ, ആട് പോലും കരയുന്നില്ല. അതെ, ഇവിടുത്തെ ആട് പോലും കരയുന്നില്ലാന്ന്. മറ്റേ ആ കവരത്തിലൊക്കെ എപ്പോഴും രാത്രി ഇങ്ങനെ കരച്ചില് കേൾക്കാലോ എല്ലാ വീട്ടിൽ നിന്നും. ഇവിടുന്ന് അതുപോലെ കവരത്തി നല്ല സൗണ്ട് ഉണ്ട്, ബഹളുണ്ട്, സൗണ്ട് പൊല്യൂഷൻ ഉണ്ട്. ഇത് പിന്നെ സെറ്റാണ്. ഒരു ദിവസം കൂടി നിന്നോ അവിടെ. എനിക്ക് ഇനി ദ്വീപില് ഒരു മൺസൂണിൽ എവിടെ നിൽക്കണമെന്നുണ്ട്. ഞാൻ മഴക്കാലം കണ്ടിട്ടില്ല. നല്ലൊരു സ്കോപ്പ് ഉണ്ട് കേട്ടോ. ഇവിടെ യോഗികളൊക്കെ ഹിമാലയത്തിൽ പോകുന്നില്ലേ? സൂഫികളും അതിന് വേറെങ്കിലും വന്നാൽ സൂഫികൾ അങ്ങനെ കുറെ വന്നല്ലോ അല്ലേ? അടുത്ത കൾച്ചറിൽ അങ്ങനെ കുറെ പേര് സൂഫി മഹാന്മാർ ഒരുപാട് ഇവിടെ പല വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു സൂഫി വര്യന്റെ അനുഗ്രഹമാണ് കവരത്തിയിലുണ്ട്. അനുഗ്രഹം എന്ന് പറഞ്ഞാ ബ്ലസ് ചെയ്തതാണ് കവരത്തിയിലെ സ്ത്രീകൾക്ക്. അങ്ങനെ, അതാണ് കഥ. കാസിം വലിയുള്ള പള്ളിയുടെ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പൊ നമ്മൾ അവിടെ നിന്നൊക്കെ പോന്നിട്ട് വീണ്ടും നമ്മളെ ജെട്ടിന്റെ അവിടെ എത്തിട്ടോ. ഷുക്കൂറിനൊരാഗ്രഹം. ഷുക്കൂർ തീരുമാനിച്ചോ എവിടെ കടന്നിറങ്ങുന്നു? ഞാനോ? ഞാൻ ഈ ബെഞ്ചിൽ ഉറങ്ങിയാലോ എന്ന് വിചാരിക്കുന്നു. ഇവിടെ അപ്പൊ നീ അല്ലേ ആ നീണ്ടു കിടക്കണ മണൽത്തിട്ടിൽ പോയി കിടക്കണം? നീണ്ടു കിടക്കണോ, നീണ്ടുകാരനായി കിടക്കണം വിചാരിച്ചു. പക്ഷെ ആ മണൽത്തിട്ടിൽ പോയി കിടക്കണം എന്നുള്ള പ്ലാനായിരുന്നു ഷുക്കൂറിന്. അപ്പൊ രാത്രി 2 മണിക്ക് വേലിയേറ്റുണ്ട്. അത് വയ്യാവലിയാവും. ഇവിടെ എവിടെ വേണമെങ്കിൽ കിടക്കാം. നമുക്കറിയാം ലക്ഷദ്വീപിൽ എവിടെ വേണമെങ്കിൽ കിടന്നിറങ്ങാം. എവിടെ വേണമെന്ന് പറഞ്ഞാൽ കടലിനുള്ളിൽ പോയി കിടക്കാൻ പറ്റട്ടെ. ഈ ബീച്ചിലൊക്കെ കിടക്കാം, ഒന്നും പേടിക്കണ്ട. പട്ടിയില്ല, പാമ്പില്ല, പിന്നെ മറ്റേ ഇതൊന്നുമില്ലല്ലേ, തേളൊന്നുമില്ലല്ലേ, ഇഴജന്തുക്കളൊന്നുമില്ല. അപ്പൊ പിന്നെ ശുക്രേ കമോൺ. എന്റെ മറ്റേ പൂച്ചയുണ്ട് ഇവിടെ കിടന്നോ. ഇതാണ് കുട്ടൂസ്. ഇവനാണ് മറ്റേ പെടക്കണ മീൻ മാത്രമേ തിന്നുള്ളൂ. അതെ, ഭയങ്കര അഹങ്കാരി പൂച്ചയത്രേ. ചത്ത മീൻ കഴിക്കൂല ഇവൻ. ഇവൻ ഇവിടുത്തെ എല്ലാരെയും ഒരു ഓമനയാണെന്ന് പറഞ്ഞു.
പിടക്കണ മീൻ ചൂണ്ടൽ വന്ന് എടുത്തിട്ട് കഴിക്കണ ആളാണ്. കാണുന്നത് രണ്ടാളും നിങ്ങൾ മുണ്ടിയും പറഞ്ഞത് കിടക്കും. ഞാൻ പോയിട്ട് ഉറങ്ങട്ടെ. ഓക്കെ ബൈ പറഞ്ഞേ. ഒരു ഗുഡ് നൈറ്റ് പറഞ്ഞേ. അഷ്റഫൊക്കെ ഒരു ഗുഡ് നൈറ്റ്. ഇവിടെ ഒരു പടക്കണ മീനുണ്ട്. ഇങ്ങോട്ട് ക്യാമറയ്ക്ക് നോക്കി. നീ ഒരു ബൈ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഓ കാലിനെന്ത് പറ്റി? അതിനൊന്നും പറ്റിയിട്ടില്ല. എക്സസൈസ് മൂരിന്ന് വരികയാണ്. ഇതാ മറ്റേ ഓറഞ്ച് ഗേറ്റ് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ പിന്നെ അടിയേക്കാതെ സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാലേ. ഏയ് ഓറഞ്ച് ഗേറ്റോടെ കിട്ടൂ. സമയം 12:30 ആയിട്ടോ. അങ്ങനെ പിന്നെ പോയി കിടന്നുറങ്ങി. ഇപ്പോൾ ഇതാ രാവിലെയാണ്, നെക്സ്റ്റ് ഡേ രാവിലെയാണ് കേട്ടോ. സമയം 6:15. 5:30 ആകുമ്പോൾ എണീറ്റു. ഇവിടെ അറിയാലോ ഉപ്പ് വെള്ളമാണ് പൈപ്പിൽ വരിക. അപ്പോൾ അതുകൊണ്ട് കുളിച്ച് കഴിഞ്ഞാൽ നമ്മൾ കുളിക്കാതെ നിൽക്കുന്നതാണ് നല്ലത് നമുക്ക് തോന്നും. അപ്പോൾ അലി പറഞ്ഞത് കുളിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ RO വാട്ടർ ഉണ്ടല്ലോ, അതിൽ നിന്നൊരു കപ്പ് തലയിൽ കൂടി ഒഴിച്ചാൽ മതി എന്നാണ്. അപ്പോൾ കുറച്ച് RO വാട്ടർ ഉണ്ടായിരുന്നു. ഞാൻ അതുകൊണ്ട് ഒരു 2 കപ്പ് ഫുള്ളായിട്ടുണ്ടാവില്ല, അതുകൊണ്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കുളിച്ചു കേട്ടോ. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഈ ഒരു വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് താമസിക്കുന്ന ബിൽഡിങ്ങിൻ്റെ മുകളിലേക്കൊന്ന് വന്നതാണ്. ഇതാണ് കേട്ടോ നമ്മളിപ്പോൾ രാത്രി മീൻ പിടിച്ച നമ്മൾ ബോട്ടിൽ വന്ന് ഇറങ്ങിയ ആ ഒരു ജെട്ടി. അപ്പോൾ നമ്മൾ ഇന്ന് ഷിപ്പിന് പോകാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഷിപ്പ് വരുന്നത് ഇവിടെയല്ല, അപ്പുറത്ത് വേറെ ഭാഗത്താണ് ഷിപ്പ് വന്നിട്ടുള്ളത്. അത് ഓൾറെഡി അവിടെ വന്ന് കിടക്കുന്നുണ്ട്. ഒരു അരമണിക്കൂർ കൊണ്ട് ബോർഡിങ്ങൊക്കെ സ്റ്റാർട്ടാവും. കപ്പലിൽ പോകാനുള്ള ആൾക്കാരൊക്കെ കണ്ടോ? അത് പോകാനുള്ള ആൾക്കാരല്ല കേട്ടോ, അത് യാത്ര അയക്കാനുള്ള ആൾക്കാരാണ് തോന്നുന്നുണ്ട്. അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടോ? ഇതേ ഇവരൊക്കെ കപ്പലിൽ പോകാനല്ല കേട്ടോ, ബാഗ് കൊണ്ടൊക്കെ പോകുന്നുണ്ട്. ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ ക്യാമറ എടുത്തിറങ്ങി. അപ്പൊ നേരത്തെ എണീക്കൂലെന്നൊക്കെ പറഞ്ഞിട്ട് അത് പിന്നെ ഫാത്തിമ ടീച്ചർ പറഞ്ഞല്ലോ സി ഓഫ് ചെയ്യാൻ ആരെങ്കിലും വരണം. അങ്ങനെ ടാറ്റ കൊടുക്കാൻ. ചായ കുടിക്കണ്ടോ? കഴിക്കാനുണ്ടോ? എന്ത് റോള്? ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ക്യാൻറ്റീനിൽ കയറിയപ്പോഴാട്ടോ ആ വണ്ടി പോകുന്നുണ്ടത്. ഇവിടുത്തെ ഏക എന്താ പറയുക ഓട്ടോമൊബൈലാണല്ലോ. അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടി പുറത്തിറങ്ങിയതാണ്. ഇവിടുത്തെ ഈ കപ്പലിൽ വരുന്ന ലോഡൊക്കെ ഉണ്ടാവില്ലേ, കാർഗോ, അതൊക്കെ ഇങ്ങനെ തിരിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് കേട്ടോ. യാത്ര അയക്കാൻ വന്ന ആളോടൊക്കെ ഉണ്ട്, പോകുന്ന ആൾ അവിടെ എത്തി, ഷിപ്പിലെത്തി. എന്നാ പോട്ടേക്കാം. താങ്ക് യു ബ്രോ. ശരി, അപ്പോൾ പിന്നെ ഒക്കെ കാണാം. ബാ, ഗ്ലാസ് കൊണ്ട് വന്നു, അതുകൊണ്ട് കൊടുത്തോളും. ശരി, അപ്പോൾ താങ്ക് യു. കട്ടൻ ചായ കുടിച്ചുകൊണ്ട് ഇങ്ങോട്ട് പോരുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഗ്ലാസ് ഹിബ തിരിച്ചു കൊണ്ടുപോയി കൊടുത്തോളും. ഹിബ നാളെയാണ് കിൽത്താനിലേക്ക് പോകുന്നത്. കണ്ടോ, കപ്പലിലേക്ക് പോകുന്ന ആദ്യത്തെ ബോട്ട് കേട്ടോ. ആൾക്കാരെ കൊണ്ട് കപ്പലിലേക്ക് പോകുന്ന ആദ്യത്തെ ബോട്ട് പുറപ്പെട്ടു. ഇനി ആ ബോട്ടിൽ ആ കപ്പലിൽ കൊണ്ടുവന്ന കാർഗോ ഒക്കെ ഉണ്ടാവും, അതൊക്കെ ആ ബോട്ടിൽ തിരിച്ചു കൊണ്ടുവരും. പിന്നെ അടുത്ത ബാച്ച് ആൾക്കാരെ കൊണ്ട് പോവും. ഇന്നിപ്പോൾ ഇവിടുന്ന് കുറച്ചധികം ആൾക്കാരെ കാണുന്നുണ്ട് കേട്ടോ. ശരി, അപ്പൊ ഹാപ്പി ജേർണി. താങ്ക് യു. നമ്മൾ കാണാം, കവരത്തി ഉണ്ടാവല്ലോ. നിങ്ങൾ കവരത്തി ഉണ്ടാവും. അപ്പോൾ ഓക്കെ, ക്ലാസ് മറക്കണ്ട. സ്പെഷ്യൽ അങ്ങനെ എടിപിടിന്ന് പിത്ത കണ്ടിട്ട് അര ദിവസം 6 മണിക്കൂർ അര ദിവസം ഉണ്ടാവുക. ഈ സാധനമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വാഹനം എന്ന് പറഞ്ഞില്ലേ, അതൊക്കെ കഴിഞ്ഞ വീഡിയോ പറഞ്ഞാൽ കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ ദ്വീപിൻ്റെ ഏകദേശം കുറേ ഡീറ്റെയിൽസ് ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ ബോട്ടിൽ വരുന്ന ആൾക്കാരുടെ ലഗേജസ് ഒക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആ സാധനം കൊണ്ട് വന്നിരിക്കുന്നത്. പിന്നെ കാർഗോ കൊണ്ടുപോകാനാണ് ടില്ലർ വന്നിട്ടുള്ളത് കേട്ടോ. കപ്പലിൽ നിന്ന് ഇറക്കി കൊണ്ടുവന്ന ഇവിടുത്തെ സൊസൈറ്റിക്കുള്ള ഇവിടുത്തെ ആൾക്കാർക്ക് ജീവിക്കാൻ വേണ്ട അവശ്യ വസ്തുക്കളൊക്കെ കൊണ്ടുവരുന്ന കാർഗോ ബോക്സുകൾ കൊണ്ടുപോകാനാണ് ടില്ലർ. ഇപ്പോൾ ഒരു ബോട്ട് കാലിയായിട്ട് അങ്ങോട്ട് പോകുന്നുണ്ടോ. ഞങ്ങൾ ആ ബോട്ടിൽ കയറി പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടോ ഇങ്ങോട്ട് വന്നത് ഈ അറ്റത്തേക്ക്. പക്ഷേ ആ ബോട്ടിൽ നമ്മളെ കയറ്റൂല, കാരണം 57ഓളം പാസഞ്ചേഴ്സ് കപ്പലിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങാനുണ്ട്. ഇത്രേ നമ്മൾ പറഞ്ഞിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. ഈ ഭിത്തിയിൽ താമസിക്കുന്ന ഭൂരിഭാഗം പേർക്കും ഈ ചേത്തിലാത്തിൽ ഫാമിലീസോ അല്ലെങ്കിൽ ഇവർക്ക് അവിടെ വീടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരിടയ്ക്ക് അവിടെ പോയി താമസിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇവിടുന്ന് ഏകദേശം 150ഓളം പേര് ഇപ്പോൾ നിലവിൽ അവിടെ ഉള്ളത്. അതിൽ 57 പേര് ഇന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ അവരെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പോണ ബോട്ടാണ്. അതിൽ നമ്മളെ കൊണ്ടുപോകില്ല. അത്രേ അതെന്താ സംഭവം എന്ന് അറിയില്ല. ഇനി നേരത്തെ ആളുകളെ കൊണ്ട് പോയ ബോട്ട് തിരിച്ചു വന്നിട്ട് നമ്മൾ അതിനകത്ത് കപ്പലിലേക്ക് കൊണ്ടുപോകും. നമ്മൾ കഴിഞ്ഞ രാത്രിയിൽ മീൻ പിടിച്ച സ്ഥലമാണ് കേട്ടത്. ഈ ഭാഗത്തൊക്കെ നിന്നിട്ട് നിറച്ച് മീൻ കണ്ടിരുന്നില്ലേ. ഇപ്പോൾ ആ സംഭവം ഒന്നും കാണാനില്ല കേട്ടോ. ആ മീനുകളൊന്നും ഈ സമയത്ത് കാണുന്നില്ല.
അപ്പോൾ ഇന്നലെ ഞാൻ ചോദിച്ചു ഈ മീനുകൾ മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ എന്ന് ചോദിച്ചു കേട്ടോ. അപ്പോൾ അലി പറഞ്ഞൊരു ചാൻസാണ്, ഈ ചില മീനുകൾക്ക് ഇങ്ങനെ ഈ ലൈറ്റ് ഉണ്ടാവില്ല ഇവിടെ, അത് കാരണം അവരിങ്ങോട്ട് വരുന്നതാണെന്ന്. ഇവിടെ ഈ കാലിൻ്റെ മുകളിലൊക്കെ ലൈറ്റ്സ് ഉണ്ടല്ലോ, നമ്മുടെ പാറ്റൊക്കെ ശരിക്കും കണ്ടിട്ടില്ലേ, ലൈറ്റുള്ള സ്ഥലത്തേക്ക് വരുന്നിട്ടില്ലേ, അതുപോലെ ഇവിടെ ഈ പോളിൻ്റെ ഒക്കെ മുകളിൽ കണ്ടോ ലൈറ്റ്സ്, ആ ലൈറ്റുള്ളത് കൊണ്ട് അതിൻ്റെ കീഴെ വന്ന് നിൽക്കുന്നതാണെന്ന് അലി ഇന്നലെ പറഞ്ഞിട്ട് ഒരു ചാൻസ് പറഞ്ഞാണ്. ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കാം. അത് ആ ഒരു ടൈപ്പ് മീൻ മാത്രമേ ആ സമയത്ത് ഇവിടെ ഉള്ളൂ. ഇതേ കപ്പലിൽ നിന്ന് ഇറങ്ങിയ ആൾക്കാരെ കൊണ്ടുള്ള ബോട്ട് വരുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇവിടുത്തെ മനോഹരമായിട്ടുള്ള സൺസെറ്റ് സൂര്യാസ്തമയം കണ്ടിരുന്നു കേട്ടോ. ഇപ്പോൾ ദാ നമുക്ക് പോകാനുള്ള ബോട്ട് ഇവിടെ എത്തിയപ്പോഴത്തേക്കും ശരിക്കും ഇതാ സൂര്യോദയം ആയിട്ടോ. സൺസെറ്റ് കണ്ട സ്ഥിതിക്ക് സൺറൈസും കൂടി കാണാതെ പോകാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ ദാ നമ്മുടെ ദ്വീപിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ സൂര്യൻ ഇങ്ങനെ ഉദിച്ചുയർന്ന് വന്ന് നിൽക്കുന്നുണ്ട്. കണ്ടോ, നമ്മൾ ഇവിടെ എങ്ങനെ ആൾക്കാരെ തെരഞ്ഞിട്ട് കാണാം, എല്ലാവരും ഇവിടെ പോയതല്ലേ. ശരി സാർ, ഇത് കൊടുത്തോളൂ കേട്ടോ. ആ കൊടുക്കാം. ശരി ശരി, ഓക്കെ. ആ ഓക്കെ. ആ കയറാം. ആ അങ്ങനെ ബോട്ടിൽ കയറിട്ടോ. ഞാൻ ഈ കാത്തിരിക്കുന്നത് ഇവിടുന്ന് പോകുമ്പോൾ നമ്മുടെ ബിത്ര ഐലൻഡിൻ്റെ വ്യൂ എങ്ങനെ ഉണ്ടാവും എന്ന് അറിയാനാണ്. കാരണം അതിൻ്റെ അപ്പുറത്ത് സൂര്യനെ ഉദിച്ചിങ്ങനെ മുകളിലെത്തി നിൽക്കുന്നുണ്ട്. ചിലപ്പോൾ നല്ല ഭംഗി ഉണ്ടാവും, ചിലപ്പോൾ ഭംഗി ഉണ്ടാവില്ല. ചിലവത് ശരിയാവും, ചിലവത് ശരിയാവും. അല്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. ആ കയറാനാകെ ഞങ്ങൾ 2-3 പേരുള്ളൂ അല്ലേ? ആണോ? ആ അതെ. പേരെന്താ? ഇബ്രാഹിം. ബിത്രയാണല്ലേ? ആ ഓക്കെ. ദേ നമ്മുടെ ഷിപ്പ് കണ്ടോ, ഷിപ്പ് അവിടെ കാത്തുണ്ട്. ഷിപ്പ് കുറേ ദൂരെയാണല്ലേ കരയിൽ നിന്ന്. ആ ലോ ടൈഡാണ് ഇപ്പോൾ, അതുകൊണ്ട് അങ്ങ് സൂക്ഷിച്ച് പോകണമല്ലേ, പതുക്കെ പോകുന്നത്. ഓക്കെ. ഇവിടെ ഈ ലഗൂണ് അധികം ആഴമില്ല. ഇപ്പോൾ ഇതാണ് വേലി ഇറക്കം. അവിടം വരെയാണ് ആയം കുറവുള്ളത്, അത് കഴിഞ്ഞിട്ട് നല്ല ആയം. ആ അങ്ങോട്ട് ആവുന്നുണ്ട് അല്ലേ? ഓക്കെ. അതുകൊണ്ടാണ് കേട്ടോ ബോട്ട് ഇങ്ങനെ സൂക്ഷിച്ച് പോണത്. ഇത് കണ്ടോ, ഈ ചാളപ്പെട്ടിയില്ലേ, നമ്മൾ പണ്ട് മീൻ പിടിക്കാൻ പോയപ്പോൾ കണ്ടതാണ് ഈ പെട്ടിയൊക്കെ. അതിനകത്ത് വെള്ളം നിറച്ച് വെച്ചിരിക്കുന്നത് ആ ഭാഗം താഴ്ന്നു നിന്നിട്ട് ബോട്ടിൻ്റെ മുൻഭാഗം പൊങ്ങി നിൽക്കാനാണ് അത്രേ. സോറി, ചെറിയ മിസ്റ്റേക്ക് പറ്റി. മുൻഭാഗം താഴ്ന്നിട്ട് ബാക്ക് ഭാഗം പൊങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട്. ഈ ലോട്ടൈഡ് ആകുമ്പോൾ അങ്ങനെ ചെയ്യുന്നത്. ആ ഓക്കെ. ആ അതിൻ്റെ മറ്റേതുണ്ടാവും അല്ലേ, പ്രൊപ്പല്ലറല്ലേ, അത് കല്ലിൽ തട്ടായിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ബിത്രയോട് വിട പറയാൻ കേട്ടോ. ഞാൻ അവിടുന്ന് നോക്കിയപ്പോൾ വിചാരിച്ചത് നമ്മുടെ ഈ സൂര്യൻ ഉദിച്ചു വരുന്ന സൂര്യൻ നമുക്ക് ആ ഐലൻഡിൻ്റെ പുറകിലായിട്ട് കാണാൻ പറ്റുന്നതാണ്. പക്ഷേ നമ്മൾ ബോട്ടിൽ പുറപ്പെട്ടപ്പോൾ അതിൻ്റെ പൊസിഷൻ മാറിപ്പോയി. എന്നാലും ടാറ്റ ബിത്ര. യെസ്, അപ്പോൾ നമ്മൾ MV ലഗൂൺസിൽ എത്തിയിരിക്കുന്നു സുഹൃത്തുക്കളെ. ഈ വാതിലിൽ കൂടിയാണ് നമ്മൾ കയറാൻ പോകുന്നത്. ദേ ബിത്ര. അപ്പോൾ നമുക്ക് പോകാനുള്ള കപ്പലും നമ്മളിപ്പോൾ പുറപ്പെട്ട ദ്വീപും നമുക്ക് ഒരുമിച്ച് കാണാം. ഈ ബോട്ടിൽ ഞാനും ഷുക്കൂറും പിന്നെ ഇതാ ഒരു പെൺകുട്ടിയും മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ ഞങ്ങൾ 3 പേരെ ഇവിടുന്ന് ഇപ്പോൾ കയറാനുള്ളൂ. ഇറങ്ങാൻ പക്ഷേ ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. ഇനിയും കുറേ പേര് ഇറങ്ങാനുണ്ട് ഇത്ര. താങ്ക് യു. യെസ്, അപ്പം നമ്മൾ ഷിപ്പിലെത്തിട്ടോ. ബിത്ര അല്ലെങ്കിൽ നിങ്ങളെ ഷൂട്ട് ചെയ്യൂല, ബിത്ര ആണെങ്കിൽ ഷൂട്ട് ചെയ്യും. ആ അപ്പോൾ ഷൂട്ട് ചെയ്യും. നിങ്ങൾ എവിടെയാ പോകും? ഇവിടെ ഇറങ്ങുന്നില്ലേ? കൊച്ചി പോവാണ്. ആ നിങ്ങളും? ഞാൻ ഇവിടെ ഇന്നലെ കണ്ടില്ലേ? ആ ഓക്കെ ബൈ. മനോരഞ്ജന മുറി. എന്നാ പിന്നെ ആ മുറി ഒന്ന് കണ്ടിട്ട് തന്നെ കാര്യം. മനോരഞ്ജന മുറി അത് ഹിന്ദിയിൽ മനോരഞ്ജന മുറി ആണോ അത്? നിങ്ങൾ മലയാളത്തിൽ എഴുതിച്ചേ? ആ റെസ്റ്റോറൻ്റ് ആണ്, പക്ഷെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ തുടങ്ങിയിട്ടില്ല. 7:30 ആകുമ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ തുടങ്ങുക.
7 ജസ്റ്റ് 2 മിനിറ്റ് ഉള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മളിങ്ങോട്ട് താഴേക്ക് ഇറങ്ങിയിട്ടോ. നമ്മുടെ ബങ്ക് ക്ലാസ് ആണ്, ഷിപ്പിലെ ഏറ്റവും കുറഞ്ഞ ക്ലാസ് ആണ്. എന്തോ പറയുന്നുണ്ട്. ഷിപ്പിലെ ഏറ്റവും കുറഞ്ഞ ക്ലാസ് ആണ് ബങ്ക് ക്ലാസ്. പിന്നെ ക്യാബിൻസ് ഉണ്ട്, ഫസ്റ്റ് ക്ലാസ്സും സെക്കൻഡ് ക്ലാസ്സും ഒക്കെ. ബങ്ക് ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ട്രെയിനിലൊരു 3rd AC ഒക്കെ ഉണ്ടാവില്ലേ, അതുപോലത്തെ സിസ്റ്റം ഉണ്ട്. കണ്ടോ, ഇങ്ങനത്തെ ഓരോരോ സീറ്റുകളാണ്, ഓരോരുത്തർക്കും ഓരോ സീറ്റ്. കേർട്ടൻസ് ഒക്കെ ഉണ്ട്, അപ്പോൾ നമുക്ക് അത്യാവശ്യം പ്രൈവസി ഒക്കെ കിട്ടും. ഈ ലൈറ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് കടന്നുറങ്ങാനൊക്കെ പറ്റും. അപ്പോൾ ഞങ്ങളുടെ സീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയോ ആണ്. അപ്പോൾ അത് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പോയപ്പോൾ അതിൻ്റെ ആവശ്യമില്ലാന്ന് തോന്നി. കാരണം നിലവിൽ ഇവിടെ കുറേ സീറ്റ് കാലിയാണ്. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഇരിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. ഭയങ്കര ചീപ്പും നല്ല കിടിലൻ ദോശ 3 ഉണ്ടായിരുന്നു. 3 ദോശയും ഒരു പുഴുങ്ങിയ മുട്ടയും നല്ല സൂപ്പർ ചായയും 50 രൂപയുള്ളൂ. ഞാൻ വീണ്ടും ദോശ കഴിക്കാൻ ആഗ്രഹിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്നു, പക്ഷേ ഭയങ്കര ഡിലേ. അപ്പോൾ ഞാൻ എണീറ്റ് പോകുന്നു. അപ്പോൾ ഇനി കുറച്ച് എഡിറ്റിങ്ങും പരിപാടിയൊക്കെ ചെയ്യട്ടെ. നീ ഉറങ്ങാൻ പോവല്ലേ? അപ്പോൾ ശരി, ഗുഡ് നൈറ്റ്. കേട്ടനൊക്കെ വലിച്ചിട്ടിട്ട് കുറച്ച് നേരം കിടന്നു നോക്കിട്ടോ, പക്ഷേ ഉറങ്ങാനൊന്നും പറ്റുന്നില്ല. ഉറക്കം വരുന്നില്ല. അപ്പോൾ എന്തായാലും കുറച്ച് നേരം വെറുതെ അങ്ങനെ കിടന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം എണീറ്റു. എന്നിട്ട് ഷിപ്പിൻ്റെ പല ഭാഗങ്ങളിലൂടെ ഒക്കെ ഒന്ന് കറങ്ങി നടന്നു കേട്ടോ. നമ്മളെത്ര ഷിപ്പിൽ ട്രാവൽ ചെയ്താലും വീണ്ടും പോകുമ്പോൾ നമുക്ക് ഒരു ശീലമാണ് ഷിപ്പിൻ്റെ ആ അപ്പർ ഡെക്കിലൊക്കെ പോയിട്ട് ഇങ്ങനെ പുറത്തേക്ക് നോക്കി കടലിലേക്ക് നോക്കി നിൽക്കുക എന്നുള്ളത്. അപ്പർ ഡെക്കിൽ മാത്രമല്ല, ഷിപ്പിൻ്റെ പുറകിലേക്കൊക്കെ പോയിട്ട് എല്ലാ ഭാഗങ്ങളിലൂടെ ഒന്ന് ചുറ്റിക്കറങ്ങി നടക്കുക എന്നുള്ളത് ഒരു രസമാണ് കേട്ടോ, ഒരു സന്തോഷമാണ്, ഒരു ഇഷ്ടമുള്ള പരിപാടിയാണ്. പിന്നെ അവിടെ ഷോപ്പുണ്ട്, അവിടെ പോയിട്ട് ഒരു ചെറിയൊരു ഇളനീരിൻ്റെ വെള്ളം ഒരു ബോട്ടിൽ വാങ്ങിച്ചിട്ട് അതും കുടിച്ചിട്ട് കുറച്ച് നേരം കടലിലേക്കൊക്കെ നോക്കിയൊക്കെ നിന്നു. അങ്ങനെ പിന്നെ അതിനുശേഷം വീണ്ടും കുറേ കഴിഞ്ഞപ്പോൾ പോയാണ്ട് വീണ്ടും നമ്മുടെ സീറ്റ് തന്നെ ഇരുന്നു കേട്ടോ. അങ്ങനെ ഉച്ചയ്ക്ക് ശേഷം ഒരു 2:30 മണിയൊക്കെ ആയപ്പോൾ നമുക്കിങ്ങനെ കവരത്തി ഇങ്ങനെ കാണാൻ പറ്റിയിട്ടോ. അങ്ങനെ കവരത്തിയുടെ കിഴക്ക് ഭാഗത്ത് ജെട്ടിയിൽ ഷിപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് ഓട്ടോ പിടിച്ചിട്ട് നമ്മുടെ ഷുക്കൂർ ബ്രോൻ്റെ വീട്ടിലേക്ക് തന്നെ പോയി. അപ്പോൾ ഇത് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇനി ഇവിടെ വിടുവാണ്. ഷുക്കൂർ ബ്രോ, നിങ്ങൾ എനിക്ക് ഭയങ്കര വലിയ സഹായമായിരുന്നു ഇവിടെ. അതെ, ഞാൻ അന്ന് പറഞ്ഞല്ലേ പുള്ളി ഇവിടെ ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനിയുടെ ഇൻചാർജ് അല്ലേ? അല്ല, ഇവിടെ ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ ഓഫീസ് ഇടാൻ മാത്രമൊക്കെയുള്ള ബിസിനസ് ഇവിടെ ഉണ്ടോ? അതിന് മാത്രം വണ്ടികളൊക്കെ ഉണ്ട്. വണ്ടി മാത്രമാണോ അതോ വാഹനങ്ങൾ ആകെ 24,000 വണ്ടി. 24,000 വണ്ടിയോ? ലക്ഷദ്വീപ് മൊത്തം അതില് കൂടുതലും 2 വീലർ. എത്രണ്ണാന്നറിയാം? 24,000-ല് 20,000 2 വീലേഴ്സ്. അപ്പൊ അത് ചെറിയ സംഖ്യയാണ് കേരളത്തിലെ അപേക്ഷയൊക്കെ. ഇൻഷുറൻസിന്റെ ഇവിടെ മെയിൻ ആയിട്ട് ഇൻഷുറൻസ് അല്ല, വണ്ടിയല്ല നമ്മള് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ കമ്പനി, ഗവൺമെന്റ് ആയാലും ഒരു കമ്പനി ഇന്ത്യ മാത്രമാണ് ഇവിടെ ഉള്ളത്. അപ്പൊ അത് എല്ലാ ഇങ്ങനത്തെ റിമോട്ട് ഏരിയയിലും ഒരു കമ്പനിയിലും നിലനിർത്തണമല്ലോ, ഒരു ഫിനാൻഷ്യൽ ഇൻക്ലൂഷന്റെ അവസരമാണ്. പക്ഷേ പ്രോഫിറ്റ് ഉദ്ദേശിച്ചുള്ള ബിസിനസ് ചെയ്യുന്നതിനേക്കാളും സോഷ്യൽ ഇൻക്ലൂഷന് വേണ്ടിയിട്ടുള്ളതാണ്. സോഷ്യൽ സെക്ടറിൽ, അതായത് ഹെൽത്ത്, PA അങ്ങനെയൊക്കെ ഉള്ളത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ തന്നെ അതിൽ ഒരു സ്കീം ഗവൺമെന്റ് വളരെ അംബീഷ്യസ് ആയിട്ട് നടത്തുന്നുണ്ട്. അപ്പൊ ഞാനും നിങ്ങളുടെ അടുത്ത് വന്നപ്പോൾ പറയണമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് ഒരുപാട് ഓഡിയൻസ് ലക്ഷദ്വീപിലൊക്കെ ഉണ്ടല്ലോ. അപ്പം ഭീമ വാഹക്, ഭീമ വിസ്താർ, ഭീമ സുഖം പറഞ്ഞിട്ട് ഒരു അംബീഷ്യസ് പ്രോജക്റ്റ് കേന്ദ്ര ഗവൺമെന്റ്. അപ്പൊ എല്ലാ ഇൻഷുറൻസ് കമ്പനിയും അത് നടപ്പാക്കാൻ ബാധ്യസ്ഥരാണ്. ഒരു വെൽഫെയർ സ്കീമാണ്, ലാഭ ഉദ്ദേശിച്ചിട്ടുള്ള, സോഷ്യൽ വെൽഫെയർ ഉദ്ദേശിച്ചിട്ടുള്ള. എന്താണ് സംഭവം? അത് എന്താ വെച്ചാല് ബേസിക് ഇൻകം ആയിട്ടുള്ള ആളുകളുണ്ടല്ലോ, അടിസ്ഥാന വിഭാഗങ്ങള്, അവർക്കുള്ള അത്യാവശ്യം വേണ്ട കവറേജുകൾ. ഇപ്പോൾ അപകടം, ലൈഫ്, പിന്നെ ഹെൽത്ത്, അവരുടെ പ്രോപ്പർട്ടി, ഇങ്ങനെ എല്ലാം ഒരു മിനിമലെങ്കിലും കവർ ചെയ്യുന്ന രീതിയിൽ ഈ സ്കീമിന്റെ അത് ഉപകാരപ്പെടുന്ന അതിന്റെ കവറേജ് ഡീറ്റെയിൽസ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ എന്റെ നമ്പറോ കാര്യങ്ങളൊക്കെ കൊടുത്താൽ മതി. പക്ഷെ അത് വിതരണം ചെയ്യുന്ന ആളുകൾ ഇപ്പോൾ ഈ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്, അതുപോലെ പിന്നെ കുടുംബശ്രീ, അംഗനവാടി ആയമാര്, ആശാ വർക്കർമാര്, ഇങ്ങനെയൊക്കെയുള്ള ആളുകളെ ഉദ്ദേശിച്ച് അവർക്കൊരു ഇൻകം ആവും ചെയ്യും. അതിന്റെ എൻറോൾമെന്റിന് വേണ്ടി ആൾക്കാരെ എൻറോൾ ചെയ്യുന്നത്, അവർക്ക് ഒരു ടാബും കൊടുക്കും. ഇൻഷുറൻസ് ഏജന്റ് പോലെ ഇങ്ങനത്തെ ആൾക്കാരെയാണ് നിയമിക്കുന്നത്. എന്നാൽ ഏജന്റ് പോലെ അത്ര കോംപ്ലിക്കേഷൻസ് ഇല്ല, ലൈസൻസ് എടുക്കേണ്ട എക്സാമ്പിൾ അങ്ങനെയൊന്നുമില്ല, ഈസിയാണ്. മാത്രമല്ല ഇത് വിമൻസിനെ മാത്രം ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. അപ്പൊ അവരുടെ പേരാണ് ഭീമ വാഹക്, ഒക്കെ ഹിന്ദി പേരുകളാണ് ഭീമ വാഹക്.
അപ്പോൾ ഭീമ വിസ്താർ, ഭീമ വാഹക്, ഭീമ സുഗം എന്ന് പറഞ്ഞ പോർട്ടലിലാണ് ചെയ്യുക. അതിനുവേണ്ടി ഒരു ടാബും കൊടുക്കും അവർക്ക്. നമ്മൾ UPI പോലുള്ള ഒരു റിഫോംസ് വരാൻ ആണ് ഗവൺമെന്റ് വരുത്താൻ ഉദ്ദേശിക്കുന്നത്. ഭയങ്കര സിമ്പിൾ ആക്കുന്നതാണ്, ഏറ്റവും സിമ്പിൾ ആക്കി. ഇപ്പൊ ഭയങ്കര കോംപ്ലക്സ് ആണ്. അപ്പൊ ലക്ഷദ്വീപിലുള്ള പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഇതിനകത്ത് ഇങ്ങനെ ഒരു തൊഴിലവസരം കൂടി ഒരു തൊഴിലവസരമാണ്. ഒരു സ്ഥിരം തൊഴിൽ എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഒരു സൈഡ് ഇൻകത്തിനുള്ള അവസരം കൂടിയാണ്. 8ാം ക്ലാസ് യോഗ്യത മതി, പരിശീലനം കൊടുക്കും, ഇങ്ങനെ കാര്യങ്ങൾ. ഇത് എല്ലാവർക്കും ഇങ്ങനെ പറഞ്ഞിട്ട് മനസ്സിലായിട്ടുണ്ടാവില്ല, എനിക്ക് തന്നെ ക്ലിയർ ആയിട്ട് മനസ്സിലായി. ഷുക്കൂറിന്റെ ഫോൺ നമ്പർ ഞാൻ വെക്കാം, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഹാൻഡിലും. ലക്ഷദ്വീപിലെ ആളുകൾ മാത്രം ഉദ്ദേശിച്ചല്ല, വേറെ മാസ് ഇതിന് വേണ്ടിയല്ല, ലക്ഷദ്വീപത്തെ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ നിങ്ങളൊരു അടിപൊളി മനുഷ്യനാണ്. ഫുഡിന്റെ കാര്യത്തിലാണോ? ഞാൻ ഒരുപാട് പരീക്ഷകൾ നടത്തി അല്ല, മൊത്തത്തിൽ നമുക്ക് എവിടെ പോയാലും ഇങ്ങനത്തെ ആൾക്കാരെ കിട്ടാറുണ്ട്. എന്റെ പ്രേക്ഷകരും പറയാറുണ്ട്, നിങ്ങൾ എവിടെ പോയാലും ഇങ്ങനത്തെ നല്ല മനുഷ്യന്മാരെ കിട്ടുന്നത്. അതാണ് രക്തത്തെ കമന്റിൽ എന്നെ കുറിച്ച് ആർക്കെ പൊക്കി പറയാം. എന്റെ വ്യാജ ഫേക്ക് ഐഡിയ അല്ല, ഞാൻ കണ്ടിരുന്നല്ലോ. എനിവേ താങ്ക് യു. നല്ലൊരു ഹോസ്റ്റ് ആയിരുന്നു, നല്ല ഫുഡായിരുന്നു, അടിപൊളി ആയിരുന്നു. എന്നാ പോട്ടെ. അപ്പൊ അങ്ങനെ നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം.